ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഗായ്സ്. ഹായ് ഗായ്സ്. എല്ലാവർക്കും സുഖാണോ? ഇവിടെ സുഖ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ വ്ലോഗിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഡെക്കോർ ചെയ്യാൻ പോവാം. നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വീടിൻ്റെ അവിടെ എവിടെയൊക്കെ കുറച്ച് ക്രിസ്മസ് മയം കൊണ്ടുവരാൻ പോവാം. വീടിൻ്റെ അവിടെ എവിടെയെല്ലാം ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഫീൽ കൊണ്ടുപോകാൻ പോവാം. ഞങ്ങൾ ഓൾറെഡി പുറത്തുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ടായിരുന്നു. കാര്യം നമുക്ക് ഒരുപാട് തണുപ്പാകുന്നതിന് മുന്നേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. തണുപ്പായി കഴിഞ്ഞാൽ പുറത്ത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കഴിഞ്ഞ പോലെ ഞങ്ങൾ തണുപ്പത്ത് ചെയ്തിട്ട് ഞങ്ങൾ വലഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കുറേശ്ശായിട്ട് പല ദിവസം എടുത്തിട്ട് എടുത്തരാം. പല ദിവസം എടുത്തിട്ട് ഞങ്ങൾ പുറത്തെ ലൈറ്റ് ഇട്ടായിരുന്നു. അത് ഞാൻ ഈ ഫൈനൽ ഡെക്കറേഷൻ ഇത് പോയില്ല. ഫൈനൽ ഡെക്കറേഷൻ ഇത് കാണിക്കുമല്ലോ. അപ്പം ഞങ്ങൾ പുറത്തെ വീഡിയോയും കാണിച്ചു തരാം, പുറത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പുറത്ത് എന്താ ഫൈനൽ ലുക്ക് എന്നുള്ളത് അത് എൻഡിൽ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇന്നിപ്പം ഡെക്കറേഷൻ ചെയ്യാൻ പോവാം. ഇനിയിപ്പം ഞാൻ വർത്താനം ഒന്നും അധികം ഉണ്ടാവില്ല. വർത്താനം ഒന്നും അധികം പറയാൻ ഉണ്ടാവില്ല. നമ്മൾ അങ്ങ് ചെയ്യുകയാണ്. കാര്യം നമുക്ക് ഓൾറെഡി ഈവനിങ് ആയി. അപ്പോൾ ലൈറ്റ് വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടുന്നതുകൊണ്ട് അതെടുക്കാം. വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇരുത്തുന്നതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കണം. പിന്നെ ഇന്ന് വൈകുന്നേരം രാത്രി ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഉള്ളിൽ ഇതെല്ലാം തീർക്കണം. അപ്പം ലാസ്റ്റ് ഇയറിൽ നമ്മളെല്ലാം ബോക്സസ് തിരിച്ചിട്ടായിരുന്നു ഡെക്കറേഷൻസ് വെച്ചത്. അപ്പോൾ ഏത് ഏരിയയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അറിയത്തില്ല, നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അല്ലേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെറുതെ വർത്താനം പറയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ട്, ഇത് ഞങ്ങൾ കഴിഞ്ഞ എല്ലാം എല്ലാത്തിലും പേര് എഴുതി വെച്ചതാണ്. ക്യാൻഡിൽസും റിബൺസും ഒക്കെ. ഇത് ഫ്രണ്ട് ടേബിള്, കൺസോൾ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങൾ അതിനകത്ത് നിറച്ച്. ഇത് നമ്മുടെ സ്റ്റെയറിന്റെ, ഇത് നമ്മുടെ ട്രീ. പിന്നെ അത് ട്രീക്കകത്തുള്ള ഓർണമെന്റ്സ്. ഇത് ഫ്രണ്ടിന്റെ. പിന്നെ ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോക്കിങ്സും റിബൺസും അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് മുമ്പത്തൊല്ലൊക്കെ ഞങ്ങൾ വരഞ്ഞു വരുന്നത് കാരണം എല്ലാം എഴുതി വെച്ച്. പിന്നെ ഇത് ചെറിയ ട്രീസ്, അങ്ങനത്തെ എല്ലാ അൽക്കുൽസ് സാധനങ്ങളും സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ എന്നാ. ഇപ്പം ഞാൻ ഓൾറെഡി ആദ്യം ഞാൻ ആ ഫയർ പ്ലേസിൻ്റെ അവിടെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് വീണ്ടും ഈ ബോക്സുകളിൽ തന്നെ ആക്കി വീണ്ടും സ്റ്റോറേജിൽ കൊണ്ടുവെക്കണം. അപ്പം ഞാൻ അതെല്ലാം പറക്കി ഒരിടത്തോട്ട് അടുക്കി വെക്കുകയാണ്. അത് ഫൈനൽ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ആ പെട്ടിയിലേക്ക് തന്നെ ഇതെല്ലാം കയറ്റിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റോർ ചെയ്യുക. അങ്ങനെയാണ് സാധാരണ എല്ലാ വർഷവും നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. മോനും അതിൻ്റെ പുറകെ നടന്ന് അവിടെയുള്ള പൊടിയെല്ലാം അടിച്ചു വാരി ക്ലീനിങ് നടത്തുകയാണ്. ഇസൂട്ടൻ പിന്നെ ആസ് യൂഷ്വൽ ഓരോ സാധനങ്ങളെടുത്ത് അതെന്താ ചോദിച്ച് സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി അധികം സംസാരിക്കുന്നില്ല, ഫാസ്റ്റ് ഫോർവേഡ്. അപ്പം നമ്മൾ ഫയർ പ്ലേസിൻ്റെ അവിടെ പരിപാടി സെറ്റാക്കിയിട്ട് ഇതേ സ്റ്റെയേഴ്സ് ചെയ്യാൻ വന്നേക്കുക. സ്റ്റെയേഴ്സ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഓൾറെഡി ഡെക്കറേറ്റഡ് ആയിട്ട് വരുന്ന ഗാർലാൻഡാണ്. നമ്മൾ ഇത് ലാസ്റ്റ് ഇയറിലും നമ്മളിങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ കൊല്ലം ജസ്റ്റ് ഒരു ചെറിയൊരു ചേഞ്ച് ഇങ്ങനെ ഇടുന്ന കാര്യത്തിൽ വരുത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഈ സൂട്ടനെ ഒന്നും മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെ എടുത്തുകൊണ്ടൊന്ന് കുറച്ച് നേരം കൊഞ്ചിച്ചൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൾ കുറച്ച് കഴിയുമ്പം പിന്നെ മൂടൊക്കെ പോയി.
വാശി കാണിക്കും. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ കുറച്ച് നേരം അവളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉടനെ തന്നെ ഞാൻ മുന്നേ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും. ബിക്കോസ് ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാധനം. അപ്പോൾ അത് പിടിച്ചു കൊടുക്കുകയൊക്കെ വേണം. കറക്റ്റ് ഷേപ്പിൽ എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മുന്നിന് പിടിച്ചു കൊടുക്കണം കെട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിത് ടൈ ചെയ്ത് വെക്കുക ചെയ്യാറ്. അപ്പോൾ ബാക്കി അടിച്ചു കിട്ടും. ഈ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ സൂട്ടനെ ഉറക്കി. ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അവൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയ സീൻ നിങ്ങൾ കണ്ടാണല്ലോ. ലാസ്റ്റ് സ്റ്റെപ്പ് വരെ ഇറങ്ങി, പക്ഷേ പുള്ളിക്കാരത്തി ലാസ്റ്റത്തെ സ്റ്റെപ്പ് മിസ്സായിപ്പോയി. അങ്ങനെ താഴെ വീണു. അങ്ങനെ കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, അവൾക്ക് പിന്നെ ഉറക്കം വന്ന് നിൽക്കുന്ന ടൈമുമായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞിട്ട് അവൾക്കൊരു വൈകുന്നേരം ആ ഒരു ടൈമിൽ അവൾക്ക് ഇച്ചിരി നേരമെങ്കിലും ഒന്നും ഉറങ്ങണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് ചീമൂടായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കിടന്നു. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കിടന്നിട്ട് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. മോനുമാണ് വിളിച്ചത്. എന്നിട്ട് അവളെ കിടത്തി ഉറക്കിയിട്ടാണ് ഞങ്ങളിപ്പം വീണ്ടും രണ്ടാമത് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി കാണാം. ഞങ്ങൾ ശരിക്കും ഫയർ പ്ലേസ് ഒന്നും ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട്, കാര്യം ഏറ്റവും എളുപ്പം ചെയ്യാൻ ഉള്ളത് സ്റ്റെയർസ് ആണല്ലോ. അപ്പോൾ അതങ്ങ് തീർത്തിട്ട് ബാക്കി പരിപാടിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഞങ്ങൾ ഫയർ പ്ലേസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫയർ പ്ലേസിലിടുന്ന ഇതാണ്, ഗർലാൻഡാണ് അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുത്തതാണ്. ഓൾറെഡി ഇങ്ങനെ വരുന്നതല്ല. ആ പച്ച ഇലയുടെ മാത്രമായിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഓർണമെൻറ്റ്സും ബാക്കി കാര്യങ്ങളും, പിന്നെ സ്നോ സ്പ്രേ ഒക്കെ ഞങ്ങൾ വേറെ അടിച്ചതാണ്. എല്ലാ കൊല്ലം അങ്ങനെ അടിക്കും. സ്നോവിൻ്റെ ആ സ്പ്രേ ഇങ്ങനെ നമുക്ക് അടിക്കാൻ കിട്ടും. അടിക്കുന്നത് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് അടിക്കുക ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഈ പച്ച കളർ കാണുന്നതിനെക്കാട്ടി എനിക്ക് ആ സ്നോ ഇങ്ങനെ നിൽക്കുന്ന ഇതുണ്ടല്ലോ, ട്രീ ആണെങ്കിലും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം നമ്മൾ ആ സ്റ്റെയർസിൽ തൂക്കിയതും അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, നോർമൽ പച്ച ട്രീനെക്കാട്ടി.
അപ്പം ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്, ബിക്കോസ് എല്ലാ വർഷവും ഒരേ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി അവിടെ നമ്മൾ ക്ലിപ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ജസ്റ്റ് അതിൽ പിടിച്ച് കൊളുത്തേണ്ട കാര്യമേ ഉള്ളൂ. ഇവിടെയാണ് ഞാൻ യൂഷ്വലി നമ്മൾ രൂപങ്ങളൊക്കെ വെച്ചിട്ട് പുൽക്കൂട് പോലെ ചെറുതായിട്ട്, നമ്മുടെ നാട്ടിലെ പോലെ ഗ്രാൻഡ് പുൽക്കൂടൊന്നുമല്ല, ഇത് ചെറിയ രീതിയിൽ രൂപങ്ങളൊക്കെ വെച്ചിട്ട് പുൽക്കൂട് പോലെ സെറ്റ് ചെയ്തെടുക്കുന്ന അവിടെയാണ്. ഞാൻ ഇങ്ങനെ സ്നോ പോലെ മറ്റേ പഞ്ഞി മേടിക്കാൻ കിട്ടും, അതൊക്കെ ഇടുവാണ് ഇപ്പം ഞാൻ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ രൂപങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുത്തുനിന്ന് വന്ന് കാണാൻ നല്ല രസം. ഞാൻ എന്തായാലും അടുത്തുനിന്നുള്ള വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം. നീളമില്ലാത്ത ഇങ്ങനെ പിടിച്ചിട്ട് ഉറക്കി, അത് കുറച്ച് വാശിയൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഇച്ചിരി നേരം ഉറങ്ങി പോയി. പിന്നെ മോന് തന്നെ എണീപ്പിച്ച് നമ്മളിപ്പം ഫ്രണ്ടിൽ സെറ്റ് ചെയ്തു, സ്റ്റെയർ സെറ്റ് ചെയ്തു, ഇപ്പം ഇത് ചെയ്ത് ട്രീ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇന്ന് ചിലപ്പോൾ ഞങ്ങളിത് ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഇല്ല, കാര്യം നമുക്കൊരു സാധനം മേടിക്കാനും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ സമയമെടുത്ത് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫിനിഷ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ ക്ലിപ്പുകൾ എടുത്തിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് ഇതായിരിക്കും അത് ഫൈനൽ വ്ളോഗായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഇത് ചെയ്യണം, ഇവിടെ ചെയ്യണം, ട്രീ ആ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതിനകത്ത് ഇടുന്ന ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഓക്കെ, മോന് ക്യാമറ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട്, അല്ല ഇതിലെനിക്ക് മോൻ്റെ ഇത് വേണ്ട, മോന് അത് വേണമെങ്കിൽ അറേഞ്ച് ചെയ്തോ. ഓ അത് വേണ്ട, ഈ കൊല്ലം വേണ്ടെന്ന് എനിക്ക് വേണം. അത് വേണം. ഏതാടാ നമുക്ക് വെക്കാം. ഇതാണ് വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ. ഫുള്ള് അലമ്പായിട്ട് കിടക്കുക. ഇനി എല്ലാം ക്ലീൻ ചെയ്യണം. ഉണ്ടോ തറയിലൊക്കെ ഇത് കിടക്കുക. ഇത് പൊഴിഞ്ഞു വീഴും. ഇതാണ് നമ്മുടെ ട്രീ. എന്താ പറയാനുള്ളത് എന്നെ? എനിക്കെന്താ പറയുക, ഒന്നും പറയുന്നത്. ഇത് ചെയ്തോണ്ടിരിക്കുക. ഇതിന് എനിക്ക് ഹെൽപ്പ് വേണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബോളിന്റെ കാര്യം ഞാൻ എൻ്റെ
സമയം അനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ എടുക്കട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് പരിപാടി നിർത്താമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ക്ലീനിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലീനിൻ്റെ ചെയ്യുന്നത്. Dapi. Sanda. Ano ito? ഏതൊരു ബോക്സിനാണ് ഉള്ളിലെ മറ്റേ ബോക്സിലാണ് മറ്റേ ഇതൊക്കെ എടുത്തത്. ഹാലോവിന്റെ സാധനങ്ങൾ വെച്ചാൽ നോക്കട്ടെ.
അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡെക്കറേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഇത്രയും വെച്ചിട്ട് നിർത്തുവാണ്. ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ ഈവനിങ് ആയി, 6 മണി കഴിഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ട്രീൻ്റെ ഡെക്കറേഷൻ നമ്മൾ പിന്നൊരു ദിവസമേ ചെയ്യുന്നുള്ളൂ. ട്രീൻ്റെ ചെയ്യാറുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ ബോൾസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറച്ചും കൂടെ അലങ്കോല പണികൾ ബാക്കിയുണ്ട്. അപ്പം മെയിൻ ട്രീ ആണ് വലിയ പണി ബാക്കിയുള്ളത്. ഇപ്പം നമ്മൾ എല്ലാം ഞാനും മോനും കൂടെ ഫുൾ ക്ലീൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്താനുണ്ട്, ഡൂബിയുടെ കൂടും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ ആ ബോക്സസിൽ തന്നെ അടുക്കി വെച്ചേക്കുവാണ്, ട്രീയിൽ ഇനി ഇടാനുള്ളത്. അപ്പോൾ എല്ലാം ഒതുക്കിയിട്ട് വേണം നമുക്ക് റെഡി ആയിട്ട് പോകാനായിട്ട്. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രീ ഇന്ന് ചെയ്യുന്നില്ല, പിന്നെ ഒരു ദിവസമേ ചെയ്യുന്നുള്ളൂ. ട്രീയും പിന്നെ കുറച്ച് അലുവലത്ത് അവിടെ ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ഇന്ന് ചെയ്യുന്നില്ല, പിന്നെ ഒരു ദിവസമാണ് ചെയ്യുന്നത്. അത് ഞാൻ വേറെ വീഡിയോ എടുക്കാം, ഞാൻ വീഡിയോ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പുറത്ത് പോവുകയാണ്, ഡിന്നറും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് പുറത്ത് പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞു. ഇതാണിപ്പം നമ്മുടെ ഞാൻ ബാക്ക് ക്യാം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഇനിയും കുറച്ച് പരിപാടികൾ എല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്. ഇനി പിന്നെ ഫുൾ പരിപാടി ബാക്കിയുണ്ട്. പിന്നെ സ്റ്റേറിൽ വേറെ ഇനി പരിപാടിയൊന്നും ഇല്ലാത്രേ ഉള്ളൂ. ഞാൻ അലുവലത്ത് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് സമയമില്ല. പിന്നെ ഫ്രണ്ടിലെ കൺസോൾട്ട് ചെയ്ത് എല്ലാം കൂടെ ഞാൻ അടുത്ത ഫൈനൽ ഇതിൽ കാണിച്ചു തരാം. സുട്ടി എവിടെ പോവാ? കഴിക്കാൻ പോവാ. ഹലോ ഗായ്സ്, സുഖാണോ എല്ലാവർക്കും? ഇസുട്ടൻ്റെ ഇവിടെ സുഖ സൂട്ടൻ്റെ ഇവിടെ സുഖ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ ട്രീ ഡെക്കറേഷൻ്റെയും ബാക്കി കുറച്ച് ഡെക്കറേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സെക്കൻഡ് ഡേ ആണിത്. സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇതൊരു വർക്കിംഗ് ഡേ ആണ്. ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് വൈകുന്നേരമാണ് അത് ചെയ്യാതിരിക്കാൻ പോവുകയാണ്. ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം ചെയ്തു നോക്കുമ്പോൾ അറിയാം. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ തീരുന്ന കണക്ക് തീരട്ടെ, ഞാൻ എന്തായാലും വീഡിയോസ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അപ്പം വർത്താനമൊന്നുമില്ല, വെറുതെ ഡിലേ അടുപ്പിക്കുന്നില്ല, ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. കാര്യം മോനും ജോലിയിലാണ്, വർക്ക് ഫ്രം ഹോമാണ്. പക്ഷേ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യട്ടെ. ഞാനൊരു ഷൂട്ടിങ് കൂടെ ചെയ്യാൻ പോയി. അല്ലേ സെട്ടാ? ചെയ്യാൻ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. എന്ത് ചെയ്യാൻ പോവാ നമ്മൾ? ഡെക്കറേഷൻ. എന്തിൻ്റെ ഡെക്കറേഷനാ? ഇതെന്താ? ക്രിസ്മസ് ട്രീ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോയി അല്ലേ? എല്ലാവർക്കും ഒരു ഉമ്മോട്ട് ഫ്ലൈങ് കിസ് കൊടുക്കും. ഓക്കെ, അപ്പം വീഡിയോയിൽ ആദ്യം ഇസൂട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്ന ചിലർ ആലോചിക്കുന്നുണ്ടാവും. വീഡിയോ ഇൻട്രോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങാൻ പറ്റിയത്. കാര്യം അവളുടെ ഉറക്ക സമയമായിരുന്നു, അപ്പോൾ അവളെ ഉറക്കാൻ പോയി. അപ്പം ഇപ്പോൾ ഇസൂട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ആൾ അധികം താമസിയാതെ ഉണർന്നു വരും. ഇസൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് ബോളുകളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നത്. അവൾ വന്നു കഴിഞ്ഞിട്ടുള്ള അംഗം കാണിച്ചു തരാം.
ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ 2024 ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സൊന്ന് മനസ്സിലാവുന്നത് പോലെ ഞാൻ ഡെക്കറേഷൻ ചെയ്ത് അന്ന് എനിക്ക് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. ഇത് വേറെ ദിവസമാണ്. അന്ന് ആകപ്പാട് ടയേർഡായി കുറേ നേരം ചെയ്തു, കുറേ സമയമെടുത്തു. അത് കഴിഞ്ഞ് സമയമെടുത്തു കഴിഞ്ഞ് ഇത് എടുത്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫായി. അപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്ന് പിന്നെ അത് കുത്തിയിട്ട് വ്ളോഗിൻ്റെ പുറമെ പോകാനുള്ള മെൻ്റൽ കണ്ടീഷനൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങിയത്. അന്നാണെങ്കിൽ ഉറക്കവും ശരിയായില്ല. അപ്പോൾ ഇത് വേറെ ദിവസമാണ് ഇത് വൈൻഡപ്പ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ച് വെറുതെ അലമ്പാക്കുന്നില്ല. മോനു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഫുള്ള് നമ്മുടെ ഔട്ട്ഡോറും ഇൻഡോറും എല്ലാം മോന് നല്ല വീഡിയോ എടുത്ത് തരും. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് കാണിച്ച് ഇത് അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. എന്തായാലും അത് മോന് കാണിച്ചു തരും. അപ്പം മോന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം നമ്മുടെ ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടമായി. എങ്ങനെയുണ്ട്? എല്ലാവരും കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു, മോനും ഇഷ്ടപ്പെട്ടു. നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. സിദ്ധു ബൈ ബൈ വരാം. ബൈ ബൈ.
ഒരു ഉമ്മ കൊടുത്തരും. ആ ഓക്കെ.